ആരാധനയിൽ പങ്കാളിയാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാധനയും പ്രാർത്ഥനയും രണ്ടാണ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ തബ്രൂക്ക് എന്ന് പറയുന്ന ഇസ്തിഗാസ എന്നൊക്കെ പറയുന്ന അതിൽ തന്നെ വഹാബികളുടെ ഒരു പക്ഷം നബിയെ ഇടനില വെക്കാം എന്ന് സൗദി പക്ഷത്തുണ്ട്. ഇല്ല അബ്ദുൽ വഹാബിന്റെ അഭിപ്രായത്തിൽ നബി വഴിയുള്ള ഒരു തേടൽ വളരെ കൃത്യമായി അത് പാടില്ല എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. കേരളത്തിലെ വഹാബികളടക്കം നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തുന്നയാളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. തവസ്സുലുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ നിലപാട് അനുകൂലമായിരുന്നല്ലോ എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ ഹനീഫ കായക്കൊടി അതിനെ നിഷേധിക്കുകയാണ്. എന്തായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോടൊരു ചോദ്യം. സ്വാലിഹീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത് പ്രശ്നമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ഫകൗനു ബഅദിൻ യുറഖിസു ബിത്തവസ്സുൽ ബിസ്സാലിഹീൻ വബഅദിഹിം യഖുസുഹു ബിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅക്സറുൽ ഉലമാഇ യൻഹാ അൻ ദാലിക വയക്റഹുഹു. ചില പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന വിഷയത്തിൽ അനുമതി നൽകുന്നുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ സ്വാലിഹീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നതിന് അനുമതി നൽകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഅക്സറുൽ ഉലമാഇ യൻഹാ അൻ ദാലിക വയക്റഹുഹു. ചില പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിലും അധികരിച്ച പണ്ഡിതന്മാരുടെയും അഭിപ്രായം തവസ്സുൽ ചെയ്യാൻ പാടില്ല എന്നും അത് കറാഹത്തെന്നുമാണ് ഇബ്നു അബ്ദുൽ വഹാബ് രേഖപ്പെടുത്തുന്നത്. അക്സറുൽ ഉലമാഉം ഇതിനെ നിഷേധിക്കുന്നു, നിരോധിക്കുന്നു എന്ന് പറയുന്ന വാദം അദ്ദേഹത്തിൻ്റെ വകയാണ്. മുസ്ലിം ഉമ്മത്തിലെ അധികരിച്ച പണ്ഡിതന്മാരും തവസ്സുലിനെ അംഗീകരിക്കുന്ന നിലപാടെടുത്തവരാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫഹാദിഹിൽ മസ്അലതു മിൻ മസായിലിൽ ഫിഖ്ഹ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വരികളാണിത്. ഈ മസ്അല തവസ്സുൽ അനുവദനീയമാണോ അല്ലേ എന്ന് പറയുന്ന ഈ മസ്അല മിൻ മസായിലിൽ ഫിഖ്ഹ്, ഇതൊരു കർമ്മശാസ്ത്ര മസ്അലയാണ്. വലൗകാന സ്വവാബു ഇൻദനാ ഖൗലൽ ജുംഹൂരി ഇന്നഹു മക്റൂഹുൻ ഫലാ നുൻകിറു അലാ മൻ ഫഅലഹു. ഇബ്നു അബ്ദുൽ വഹാബ് തുടരുകയാണ്. ഈ വിഷയത്തിൽ ജുംഹൂറിൻ്റെയും മുസ്ലിം ഉമ്മത്തിലെ അധികരിച്ച പണ്ഡിതന്മാരുടെയും അഭിപ്രായം കറാഹത്താണ് എന്നതാണ്. ആ കറാഹത്താണ് എന്ന നിലപാടാണ് ശരിയെങ്കിലും ഫലാ നുൻകിറു അലാ മൻ ഫഅലഹു, ഇങ്ങനെ തവസ്സുൽ ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ എതിർക്കുകയില്ല എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് രേഖപ്പെടുത്തുകയാണ്. അധികരിച്ച പണ്ഡിതന്മാരും ഇത് കറാഹത്താണ് എന്നാണ് ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നത്. തവസ്സുൽ സുന്നത്താണ് എന്ന് പഠിപ്പിച്ചവരാണ് അഹ്ലുസുന്നയുടെ ഉലമാ മുഴുവൻ. ആ അഭിപ്രായത്തിന് വിരുദ്ധമായി അദ്ദേഹത്തിൻ്റെ വക അദ്ദേഹം പറയുകയാണ് അധികരിച്ച പണ്ഡിതന്മാരും കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ അഭിപ്രായമാണ് ശരിയെങ്കിലും ഫലാ നുൻകിറു അലാ മൻ ഫഅലഹു, ഇങ്ങനെ തവസ്സുൽ ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ എതിർക്കുകയില്ല. വലാ ഇൻകാറ ഫീ മസായിലിൽ ഇജ്തിഹാദി, ഇജ്തിഹാദിയായ മസ്അലകളിൽ ഇൻകാർ ചെയ്യാൻ പാടില്ല എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് പറയുകയാണ്. കേരളത്തിലെ വഹാബികളോട്, ഇവിടെ തവസ്സുലിനെ നിഷേധിച്ച ഹനീഫ കായക്കൊടിയോട്, അദ്ദേഹത്തിൻ്റെ അനുയായികളോട്, കേരളത്തിലെ മുഴുവൻ വഹാബികളോടും ഞാനൊന്ന് ചോദിക്കട്ടെ, തവസ്സുലിൻ്റെ വിഷയത്തിൽ ഇത്രയും കാലം ഇങ്ങനെയൊരു നിലപാട് നിങ്ങളുടെ പണ്ഡിത സമൂഹത്തിൽ നിന്ന് നിങ്ങൾ കേട്ടിരുന്നോ? മുസ്ലിമീങ്ങളിലെ ഉന്നതന്മാരായ പണ്ഡിതന്മാർ ഇത് കറാഹത്താണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫിഖ്ഹിയായ മസ്അലയാണ്. ഫിഖ്ഹിയായ മസ്അലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അത് ചെയ്യുന്ന, തവസ്സുൽ ചെയ്യുന്ന ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞ പോലെ ഫലാ നുൻകിറു അലാ മൻ ഫഅല, ചെയ്തവരെ ഞങ്ങൾ എതിർക്കുകയില്ല എന്ന് പറയുന്ന ഒരു നിലപാട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് കേരളത്തിൽ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത്രയും കാലം തവസ്സുലിൻ്റെ പേരിൽ അത് വസീലത്തു ശിർക്കാണ് എന്നും ബിദ്അത്താണെന്നും കുഫറാണെന്നും വിളിച്ചു പറയുന്ന ആളുകളായിരുന്നില്ലേ കേരളത്തിലുള്ളത്? ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നത് ആ തവസ്സുൽ ചെയ്യുന്നവരെ ഫലാ നുൻകിറു, ഞങ്ങൾ എതിർക്കുകയില്ല അലാ മൻ ഫഅലഹു. എന്നിട്ട് പറയുന്നു വലാ ഇൻകാറ ഫീ മസായിലിൽ ഇജ്തിഹാദ്, തവസ്സുൽ ചെയ്യുന്ന ആളുകൾ അതൊരു ഇജ്തിഹാദിയായ മസ്അലയായതുകൊണ്ട് അതിൽ ഇൻകാറില്ല. ശേഷം അദ്ദേഹം തന്നെ
ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് ആ ഇസ്തിഗാസ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനെയാണ് എതിർക്കുന്നത് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം തുടരുന്നത് കാണാം. ഫഅൈന ഹാദാ മിമ്മൻ യദ്ഉ അല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ ലാ യദ്ഉ മഅല്ലാഹി അഹദൻ. അല്ലാഹുവിനോട് തന്നെ ദുആ ചെയ്യുന്ന ആളുകൾ, ആ ദുആ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ആ ദുആയിൽ പക്ഷേ ലാകിൻ യഖൂലു ഫീ ദുആഇഹി അസ്അലുക ബിനബിയിക ഔ ബിൽ മുർസലീന ഔ ബിഇബാദിക സ്വാലിഹീൻ ഔ യഖ്സിദു ഖബറ മഅറൂഫിൻ ഔ ഗൈരിഹി عنده لكن لا يدعو إلا الله مخلصا له الدين فأين هذا ممن نحن فيه. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, പക്ഷേ ആ ദുആയിൽ അസ്അലുക ബിനബിയിക ഔ ബിൽ മുർസലീന ഔ ബിഇബാദിക സ്വാലിഹീന, ഇങ്ങനെ സ്വാലിഹീങ്ങളെ കൊണ്ട് മുർസലീങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു എന്ന് ദുആയിൽ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഔ യഖ്സിദു ഖബറ മഅറൂഫിൻ, മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹുവിൻ്റെ അത്രിയാഖുൽ മുജറബ് എന്ന് പണ്ഡിത ലോകം മുഴുക്ക രേഖപ്പെടുത്തിയ, പണ്ഡിത ലോകത്ത് അഭിപ്രായ ഭിന്നതകളില്ലാതെ അത്രിയാഖുൽ മുജറബ് എന്ന് മഅറൂഫുൽ ഖർഹി തങ്ങളുടെ ഖബറിടത്തെപ്പറ്റി പ്രസിദ്ധമാണ്. ആ ഖബറിടത്തിൽ പോയി ദുആ ചെയ്യുന്ന ആളുകൾ യഖ്സിദു ഖബറ മഅറൂഫിൻ, മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനെ ഉദ്ദേശിക്കുന്നു. അതല്ലെങ്കിൽ ഔ ഗൈരിഹി, മറ്റു പണ്ഡിതന്മാരുടെ സാലിഹീങ്ങളുടെ ഖബറുകളെ ഉദ്ദേശിക്കുന്നു. യദുഉ ഇൻദഹു, അല്ലാഹുവിനോട്, ലാകിൻ ലാ യദുഉ ഇല്ലല്ലാഹ്, അള്ളാഹുവിനോടെ ദുആ ചെയ്യുന്നുള്ളൂ, ആ ഖബറിടത്തിൽ പോയി ദുആ ചെയ്യുന്നു. ഇപ്രകാരം തവസ്സുൽ ചെയ്തുകൊണ്ട് ഫഅൈന ഹാദാ മിമ്മാ നഹ്നു ഫീഹി, അത് നമ്മൾ എതിർക്കുന്നതിൽ പെട്ടതല്ല, നമ്മൾ എതിർക്കുന്നതുമായി അതിനെന്ത് ബന്ധം എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് രേഖപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നത്, ഈ പറയുന്ന തവസ്സുൽ അത് ജംഹൂറിൻ്റെ അഭിപ്രായമാകുന്ന കറാഹത്താണ് എന്നതാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ട് അങ്ങനെ തവസ്സുൽ ചെയ്യുന്നവരെ ഞങ്ങൾ എതിർക്കുന്നില്ല. അതിന് അത്തരം മസ്അലകൾ, കർമ്മശാസ്ത്രപരമായ മസ്അലകളിലുള്ള അഭിപ്രായ ഭിന്നതകളിൽ കൈകടത്തി അഭിപ്രായം പറയേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ കിതാബിൽ ഫതാവ വ മസായിൽ അതിൻ്റെ 68, 69 പേജുകളിൽ നമുക്കിത് വായിക്കാൻ കഴിയും. അതുകൊണ്ട് കേരളത്തിലെ സലഫികൾ പറയുന്ന നിലപാടല്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. ഇനി നോക്കൂ, സഊദിയിലെ സലഫി പണ്ഡിതന്മാരോട് ഇത് ചോദിച്ചപ്പോൾ ഇബ്നു ബാസ് ഇതിന് മറുപടി പറഞ്ഞത് എന്താ? മാ ഹുക്മു തവസ്സുൽ ബിസയ്യിദിൽ അംബിയാ വഹൽ ഹുനാക അദില്ലത്തുൻ അലാ തഹരീമിഹി എന്ന് ചോദിച്ചപ്പോൾ വിശദമായ ഒരു മറുപടിയിൽ അദ്ദേഹം ഇപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബ് കറാഹത്താണ്, അത് ചെയ്യുന്നവരെ ഞങ്ങൾ എതിർക്കുകയില്ല എന്ന് പറഞ്ഞ തവസ്സുലിനെ പറ്റി അദ്ദേഹം പറയുന്നത് വഹുനാക നൗഉൻ സാലിസുൻ യുസമ്മ തവസ്സുൽ വഹുവ തവസ്സുലു ബിജാഹിഹി ഔ ബിഹഖിഹി ഔ ബിദാത്തിഹി മിസ്ല അൻ യഖൂലൽ ഇൻസാനു അസ്അലുക യാ അല്ലാഹു ബിനബിയിക ഔ ജാഹി നബിയിക ഔ ഹഖി നബിയിക ഔ ജാഹിൽ അംബിയാഹി തുടങ്ങി ഇത്തരം പദങ്ങളൊക്കെ ഉപയോഗിച്ച് തവസ്സുൽ ചെയ്യുന്ന ഈ തവസ്സുൽ ഫഹാദാ ബിദ്അത്തുൻ വമിൻ വസായിലിശ് ശിർക്കി, ഇത് ശിർക്കിൻ്റെ വസീലകളിൽപ്പെട്ടതാണ് എന്ന് ലോകതലത്തിൽ സലഫികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്തേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞ നിലപാട് പറയാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമില്ലാതെ പോയത്? പോട്ടെ, മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിത ലോകം മുഴുവൻ തവസ്സുൽ അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞതല്ലേ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഹദീസ്, അന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന ഇദാ ഖുഹിതു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഫഖാല അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖീനാ എന്ന് പറയുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ കാലത്ത് വരൾച്ച അനുഭവിക്കുമ്പോൾ, വെള്ളമില്ലാതെ വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുമ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവരെ കൊണ്ട് തവസ്സുൽ തേടി, അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങളെ മുൻനിർത്തി തവസ്സുൽ ചെയ്തപ്പോൾ ഫഖാല എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കിയപ്പോൾ ഞങ്ങൾക്ക് വെള്ളം ലഭിച്ചിരുന്നു, ഞങ്ങളിതാ നബി തങ്ങളുടെ അമ്മിനെ കൊണ്ട് തവസ്സുലാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണം എന്ന് തവസ്സുലാക്കി ദുആ ചെയ്തത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. ആ ഹദീസിനെ വിശദീകരിച്ച് ഹാഫിള് ഇബ്നു ഹജറിൽ അസ്ഖലാനി ബുഖാരിയുടെ ആധികാരിക ശറഹായ ഫതുഹുൽ ബാരിയുടെ 2-ാം വാള്യം 497-ാമത്തെ പേജിൽ പറയുന്നത് കാണാം, വയുസ്തഫാദു മിൻ ഖിസ്സത്തിൽ അബ്ബാസ്
ഇസ്തിഹ്ബാബുൽ ഇസ്തിശ്ഫാഇ ബി അഹ്ലിൽ ഖൈരി വസ്സലാഹി വ അഹ്ലി ബൈത്തിൻ നുബുവ. ഈ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ ഈ പറയുന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇസ്തിഹ്ബാബുൽ ഇസ്തിശ്ഫാഇ ബി അഹ്ലിൽ ഖൈരി വസ്സലാ, അഹ്ലുൽ ഖൈറിനെ കൊണ്ടും അതുപോലെ അഹ്ലുസ്വലാഹിനെ കൊണ്ടുമുള്ള ഇസ്തിശ്ഫാ സുന്നത്താണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നബി തങ്ങളെ കുടുംബത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള തവസ്സുൽ അനുവദനീയമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയുകയാണ്. അതാണ് നമ്മുടെ തെളിവ്. നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബിൽ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെട്ട തുല്യതയില്ലാത്ത മഹാനല്ലേ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ ചെന്ന് സിയാറത്ത് ചെയ്യേണ്ട മര്യാദകൾ അവിടുത്തെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ ശറഹുൽ മുഹദ്ദബിന്റെ 8ാം വാള്യം 274-ാമത്തെ പേജിൽ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം വയഖിഫു നാദിറൻ ഇലാ അസ്ഫലി മാ യസ്തഖ്ബിലുഹു മിൻ ജിദാരിൽ ഖബരി ഗാല്ലത്തുർഫി ഫീ മഖാമിൽ ഹൈബത്തി വൽ ഇജ്ലാലി ഫാരിഗൽ ഖൽബി മിൻ അലായിഖിദ് ദുനിയ എന്ന് പറഞ്ഞ് അതിൻ്റെ സിയാറത്ത് ചെയ്യേണ്ട മര്യാദകളൊക്കെ ഇങ്ങനെ പറഞ്ഞ ശേഷം ثم يسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയണം. വലാ യർഫഉ സൗതഹു ബൽ യഖ്സിദു, മിതമായ ശബ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയണം. ഫയഖൂലു, നബി തങ്ങളെ വിളിച്ച് പറയണം അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാമു അലൈക യാ ഖീറത്തല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിസംബോധന ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വിളിച്ച് സലാം പറയണം എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് കാണാം സുമ്മ യർജിഉ ഇലാ മൗഖിഫിഹിൽ അവ്വൽ ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഖബർ ശരീഫിന് അഭിമുഖമായി നിന്ന് വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല. വയതവസ്സലു ബിഹി പറയുന്നത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിനെ തെളിവാക്കി ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ് വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി, അവൻ്റെ നഫ്സിൻ്റെ കാര്യത്തിൽ നബി തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യണം എന്ന് രേഖപ്പെടുത്തിയത് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ആണ്. ഷാഫിഈ മദ്ഹബിലെ നിരവധി ഗ്രന്ഥങ്ങളിൽ ഈ പറയുന്ന സിയാറത്തുമായി ബന്ധപ്പെട്ട ആദാബുകൾ പറയുന്നിടത്ത് ഇമാമിങ്ങൾ മുഴുവൻ ഈ കാര്യം രേഖപ്പെടുത്തി, മുൻഗാമികൾ മുഴുവൻ ഇത് അനുവർത്തിച്ചു പോന്നു. അതുകൊണ്ട് തവസ്സുലിൻ്റെ വിഷയത്തിൽ മുഅ്മിനുകളായ ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് തവസ്സുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. അവിടെ നിന്നിങ്ങോട്ട് മുസ്ലിം സമൂഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചെയ്തു പോരുന്ന കർമ്മമാണ്. അത് ആ വിഷയത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് പോലും അനുകൂലമാണ് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ ചെയ്യുന്നവരെ എതിർക്കരുത് എന്ന നിലപാടാണ് ഉള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രന്ഥത്തിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുകയാണ്. പലയിടങ്ങളിലും ഈ പറയുന്ന തവസ്സുലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും കർമ്മശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വൈജ്ഞാനികമായി അതിന് മറുപടി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഫലാ നുൻകിറു അലാ മൻ ഫഅലഹു, ഇത് ചെയ്യുന്നവരെ ഞങ്ങൾ എതിർക്കുന്നില്ല, ഇത് കറാഹത്താണ് എന്ന ജുംഹൂറിൻ്റെ അഭിപ്രായത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഫത്വ സമാഹാരത്തിൽ പറയുന്നുണ്ട്. എങ്കിൽ ആ തവസ്സുലുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാടുള്ള ആളായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് ഈ ഉദ്ധരണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളെ അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഈ വിഷയത്തിൽ പറഞ്ഞ ഇമാം നവവി തങ്ങൾ പറഞ്ഞ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞ നമ്മുടെ പണ്ഡിതന്മാർ മുഴുവൻ, ലോകപണ്ഡിതന്മാർ മുഴുവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പാരമ്പര്യമായി നിലനിൽക്കുന്ന ആ അഭിപ്രായത്തോടുകൂടെ, ലോകത്തുള്ള പണ്ഡിതന്മാർ മുഴുവൻ അനുവർത്തിച്ചു പോകുന്ന അഭിപ്രായത്തോടുകൂടെ നിലയുറപ്പിച്ച് നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.